ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ എയ്മി. അപ്പോൾ ഞാനിപ്പം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോരുകയാണ് കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, സോ ഞാൻ കണ്ണാടി വെക്കട്ടെ. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്ന പ്രോസസ്സിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മാൽഡീവ്സിലോട്ട് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. കമൻസ് അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാനാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ആദ്യം അവർ ചോദിച്ചിരുന്ന ഏജൻസിയെ പറ്റിയിട്ടായിരുന്നു. ഏജൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് മാൽഡീവ്സിൽ സീ വേൾഡ് എന്ന് പറയുന്ന ഒറ്റ ഏജൻസിയേ ഉള്ളൂ. അതാണ് അതിൻ്റെ കീഴിലുള്ള, അതായത് സബ് ഏജൻറ്റുമാരാണ് നമ്മുടെ നാട്ടിൽ, അതുപോലെ മഹാരാഷ്ട്ര, തമിഴ്നാട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താണ്. അതെനിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് അറിയില്ല. എനിക്ക് അങ്ങനെ ആ ഏജൻസിയെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏജൻസിയൊക്കെ നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ട് വേണം അത് ജെനുവിനാണോ എന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നല്ലേ. യെസ്, തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. കാര്യം അങ്ങനെ ഒരു വിസ തട്ടിപ്പിൻ്റെ ഒരു പ്രോസസ്സിങ്ങിന് ഇരയായ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് എൻ്റെ ഒരു ആൻറ്റി വഴി കിട്ടിയതാണ്. ആൻറ്റിയുടെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ചേട്ടനുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് വന്നത്. ഞാൻ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്ത് പിന്നെ എന്താ പറയുക, അവരുമായിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ ആ ചേട്ടൻ്റെ കോണ്ടാക്ട് നമ്പറും അതുപോലെ ബാക്കി കാര്യങ്ങളും അറിയാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇടാം. അതിൻ്റെ അകത്തോട്ട് എനിക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കാര്യം അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ നമുക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. സോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് തരാം. സോ നെക്സ്റ്റ് അവർ ചോദിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഡിപ്പെൻഡിങ് വിസയെ പറ്റിയായിരുന്നു. അത് ഓൾറെഡി ഞാൻ പറഞ്ഞതായിരുന്നു. ഡിപ്പെൻഡിങ് വിസ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വേണ്ടത്. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരുടെ പാസ്പോർട്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ, നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൂഫ്. അത് ഏജൻസി ഏതാ പറയുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ബിക്കോസ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോൾ അവൾ ന്യൂ ബോൺ ആയിരുന്നു, 2 മന്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് മുതിർന്ന ആൾക്കാരാണെങ്കിൽ മേ ബി ആധാറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അത്രയും സാധനങ്ങളാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏജൻസിക്ക് കൊടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ എയർപോർട്ടിൽ, ഇവിടുത്തെ മാൽഡീവ്സിലെ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെ വിസ മേടിക്കും, പാസ്പോർട്ട് മേടിക്കും. അതിൽ അവർക്ക് 90 ഡേയ്സിൻ്റെ സ്റ്റാമ്പ് ചെയ്താണ് നമ്മളെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ എന്നാണോ ഇറങ്ങുന്നത് അന്ന് തൊട്ട് 90 ഡേയ്സ് നമുക്ക് അവർ തരും. 90 ഡേയ്സിനുള്ളിൽ, ഇപ്പം 90 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നമ്മൾ അത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ 3 മന്തിന് ശേഷം നമ്മളത് റിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലേ. നെക്സ്റ്റ് വന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയാൻ, ഹസ്ബൻഡിന് ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ ടാസ്ക്കാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് മാലേ സിറ്റിയിലാണെങ്കിൽ, അതായത് നമ്മുടെ എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് ജോലി എന്തെങ്കിലും കിട്ടും. അതായത് എല്ലാവർക്കും സെയിം പ്രൊഫഷൻ കിട്ടണം എന്നില്ല. എന്തെങ്കിലും ജോലി ചെയ്താൽ മതി എന്ന് മനസ്സുള്ളവർക്ക് എന്തെങ്കിലും ജോലി അവിടെ കിട്ടുമായിരിക്കും. ഇപ്പോൾ സെയിൽസ്മാൻ ആയിട്ടോ അങ്ങനെയൊക്കെ പോകാം നമുക്ക്. മാലേ സിറ്റിയിലുള്ളൂ. ബട്ട് ഐസ്ലാൻഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഐസ്ലാൻഡിൽ നമുക്ക് അങ്ങനെ, ഞാൻ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനെ ഒരുപാട് ജോലിക്കുള്ള സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹോട്ടൽ ഫീൽഡാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം, അവരിങ്ങനെ ഫുഡ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ഉണ്ടാക്കി വെക്കത്തൊന്നുമില്ല, മനസ്സിലായോ. അപ്പോൾ റിസോർട്ട് ഏരിയ ഒക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ.
പക്ഷേ നമ്മുടെ സാധാ നോർമൽ അതുപോലെ പോപ്പുലേഷൻ കുറവുള്ള ഐസ്ലൻഡിലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കി അവർ വെക്കില്ല. നമ്മൾ ചെന്ന് അവരോട് പറയുമ്പോൾ അവർ ഒരു 1 അവറിനുള്ളിൽ അവർ റെഡിയാക്കി തരും, അങ്ങനെയുള്ളൂ. സോ അതുകൊണ്ട് ഒരുപാട് വേക്കൻസി ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഐസ്ലൻഡിലോട്ടൊക്കെ ജോലി കിട്ടണമെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂ, നമ്മളെങ്ങനെയാണോ വന്നത് സെയിം പ്രോസസ്സിങ് ആയിരിക്കും അവർക്ക്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതുപോലെ വിസയുമൊക്കെ വന്ന് എല്ലാത്തിനും ശേഷമായിരിക്കും അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുക. ഇനി ഇൻ കേസ് നമ്മൾ ഹസ്ബൻഡിനെ കൂട്ടി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അന്വേഷിച്ച് പറക്കി ഹസ്ബൻഡിനൊരു ജോലി കിട്ടിയെന്ന് കരുതട്ടെ. അങ്ങനെ കിട്ടിയാൽ അവർ 3 മന്തിന് ശേഷം അവർ നാട്ടിൽ പോയിട്ട് അവരുടെ വർക്ക് വിസയാക്കിയിട്ട് വേണം അവർ തിരിച്ചു വരാൻ. അല്ലാതെ നമുക്ക് ഇവിടെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ ജോലീൻ്റെ കാര്യം ഏകദേശം അങ്ങനെയൊക്കെയാണ്. എത്രത്തോളം ആണെങ്കിലും നമ്മളെ ഇപ്പം ഈ നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയിലും അതുപോലെ വർക്കും കാര്യങ്ങളൊക്കെ അവരും വിടുന്നുണ്ടായിരിക്കും. അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ പോകുന്ന ഏജൻസിയിൽ ഉണ്ട് കേട്ടോ, ഹസ്ബൻഡിനുള്ള. അതായത് പ്ലംബിംഗ് വർക്ക്, അങ്ങനത്തെ ടൈലറ്, അങ്ങനത്തെയൊക്കെ വേക്കൻസീസ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ജോലി സാധ്യതയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചിൽഡ്രൻസിനുള്ള എഡ്യൂക്കേഷൻ. ഡെഫിനറ്റ്ലി ചിൽഡ്രൻസിന് എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ട്. 10th വരെ ആയിരിക്കും നമ്മുടെ ഐസ്ലൻഡുകളിലുള്ളത്. +2 ആൻഡ് എബോവ് ഉള്ളതെല്ലാം നമുക്ക് മാലേ സിറ്റിയിലാണുള്ളത്. അതായത് എയർപോർട്ടിൻ്റെ ആ ഒരു ഇവിടെയാണുള്ളത്. നമുക്ക് ഐസ്ലൻഡുകളിലില്ല. 10th കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരും സിറ്റിയിലോട്ട് പോയേക്കണം. മാലയിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്, ഹോസ്റ്റലിൽ. അങ്ങനെയാണ് അവർ പഠിക്കുന്നത്, +1 +2 ഒക്കെ. ഓക്കെ, ബട്ട് സിലബസ് ഭയങ്കര ടഫാണ്. 10ാം ക്ലാസ് വരെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിലബസ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. ബിക്കോസ് നമ്മുടെ നാട്ടിലെ +2 അല്ലെങ്കിൽ ഡിഗ്രി ആ ഒരു സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമുക്കിവിടെ കൂടുതലും. അതായത് ഞാനങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. നമുക്ക് എക്കണോമിക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ 10th മുന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള സിലബസാണെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്ന സാറന്മാരുടെ ഒരു അഭിപ്രായം. അതുപോലെ യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജാണ്. സോ കേംബ്രിഡ്ജിനെ പറ്റി അറിയാവുന്നവർക്കറിയായിരിക്കും, കുറച്ച് ടഫാണ്. അപ്പോൾ അങ്ങനെയാണ് എഡ്യൂക്കേഷനെ പറ്റി പറയാനുള്ളത്. 10th വരെ ഐസ്ലൻഡുകളിലുണ്ട്. എല്ലാ ഐസ്ലൻഡിലും അങ്ങനെയാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ബാക്കി മാലയിലാണ്. അങ്ങനെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആയിരുന്നു ആ വ്യക്തി എന്നോട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏജൻസിയുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും അറിയണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക. അതിനകത്ത് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? വേറെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കൂട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.